ട്രാഫിക് സിനിമയിലെ പോലെ ഭയങ്കര വണ്ടിക്കൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആദ്യം എല്ലാവരും കൂടി 5 പേരും കൂടി ഒരു കാറിന് വന്നിട്ട് ഇതെന്താ അടുത്തടിക്കിട്ട് എടുത്താൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കച്ചിപ്പൊളിയിലെ ഒരു മാളിൽ നിൽക്കുന്നുണ്ട്, നിയോ മാളിൽ. അപ്പോൾ ചെറിയൊരു ഫണ്ടുണ്ട് ഈ അടുത്ത ക്ലിപ്പായിട്ടാണ്. ഓക്കെ, ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തേ. നിങ്ങൾ ഒന്നിച്ചാണോ ബുക്ക് ചെയ്തത്? ഞാൻ ഇങ്ങനെ ഇവരെ കാണിക്കുകയും ചെയ്ത് നിയോ മാളിന്റെ കണ്ടോട്ട് 10:45 ഷോ അങ്ങനൊക്കെ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടോ. ചെറിയൊരു വിഷമം, തിയേറ്റർ മാറിപ്പോയി. ട്രാഫിക് സിനിമയിലെ പോലെ ഭയങ്കര വണ്ടിക്കൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആദ്യം എല്ലാവരും കൂടി 5 പേരും കൂടി ഒരു കാറിന് വന്നിട്ട് ഞാൻ പിന്നെ ഹോസ്റ്റലിൽ ഇറങ്ങി. ആ സമയത്ത് തന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് പോയി കണ്ണടയും ജാക്കറ്റും ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ഞാൻ അവിടുന്ന് ഓട്ടോയിൽ കയറി ചേച്ചീനെ ആദ്യനെയും പിക്കൊക്കെ ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറയാണ് തിയേറ്റർ മാറി ബുക്ക് ചെയ്തത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതിലെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് പോവാം. നമ്മളങ്ങനെ നിയോ മാളിൻ്റെ അകത്തോട്ട് കയറണുണ്ടോ. ഫൗണ്ടൈനൊക്കെ ഓഫ് ചെയ്തിട്ടോ അവരങ്ങനെ അകത്തോട്ട് കയറണേ. നമ്മളങ്ങനെ രാത്രി 10:30 മാളിൽ വന്നിട്ടുണ്ട്, നിയോ മാളിൽ. ഇവിടെ ആളുകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നേരെ മോളിൽ പോവാം. സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഫോറം മാൾ പോലത്തെ ഒരു മാള്, അധികം വലിപ്പമൊന്നുമില്ല. ഇതിവിടെ നമ്മളെ മാളിലെ പോലെ തന്നെ ഫുഡ് കോർട്ട് അങ്ങനത്തെ ഏരിയ ഉണ്ട്. സെയിം സെറ്റപ്പ് തന്നെ, സിമ്പിൾ തന്നെ. ഇതിപ്പോൾ അങ്ങോട്ടാണ്. ഇതിൻ്റെ അടുത്ത ടിക്കറ്റ് എടുക്കാമോ? ഇതെന്താ അടുത്ത ടിക്കറ്റ് എടുക്കാമോ? തെലുങ്കു നമുക്കൊരു തെണ്ടാണെന്നാ പോരെ. നമുക്ക് തെണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനും സൊനാലിയുടെ കാണാൻ വന്നിരുന്നു. ഭയങ്കര ബോറ് കാണും. A few minutes later. അഭിജിത്ത്, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? കണ്ണ് കാണുന്നില്ല, കണ്ണാടി കണ്ടിട്ടായാലും എല്ലാം നല്ലതിന് മൈൻഡ് സെറ്റാക്കി പോയല്ലോ. ഞാനാ ബുക്ക് ചെയ്തത്. വീഡിയോ A few moments later. നമ്മളങ്ങനെ മോളിൽ നിന്ന് പോണ കേട്ടോ. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്തു. എന്താണ് പറയൂ? ഷോക്ക് അടിച്ചിരിക്കണായിരുന്നു. പിന്നെ ചേച്ചി ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം എല്ലാവരും അതൊക്കെ കേട്ട് 1000 രൂപയ്ക്ക് എന്ത്? 1000 രൂപ പുഷ്പമല്ല, അതൊക്കെ എന്ത് ലക്ഷങ്ങൾ പോയ കഥകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ കുറച്ച് ഓക്കെ സാരമില്ല, ഓക്കെ ഇത്രയല്ലേ പോയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ചെറിയ പൈസ ആണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ പൈസയാണല്ലോ അല്ലേ? അത് തന്നെ. അപ്പൊ പണിയെടുത്ത് നിങ്ങൾക്ക് പൈസ തിരിച്ചു അതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, അപ്പൊ എന്തായാലും നമ്മൾ ഇനി തിരിച്ചു പോണാണ്. നമുക്ക് പോളാർ ബേറിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചാല്, പക്ഷെ അതും അടച്ചു ആ കടയെ ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പോയതിന്റെ ചരിത്രം. പെന്നി കഴിക്കാൻ പോയാലോ? പെന്നി ഇവിടെ അങ്ങോട്ട് നടക്കണം. പെന്നി അല്ല, മദ്യത്തിന്റെ കാര്യമുള്ളൂ നിനക്കൊക്കെ. പെന്നി ശനി ഔഷധമല്ലേ? ഔഷധമാണത്. ശുദ്ധമായ വെള്ളക്കഷായം. ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫിലിം കാണുന്ന പരിപാടി നടന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ചേച്ചി പോകാറുള്ളൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നാട്ടിലെ പെനിയിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ സെയിം ടേസ്റ്റ് ആണോ നോക്കാം നമുക്ക്. ഓക്കെ, നൈറ്റ്. നാട്ടിൽ തന്നെ സെയിം ഫ്ലേവറാണ് കേട്ടോ. ഇതൊരു ബ്രാൻഡ് ആയതുകൊണ്ട് എല്ലായിടത്തും സെയിം ഇതാണ്. ഞാനങ്ങനെ ഫ്രൂട്ട് സലാഡ് എന്താ പറഞ്ഞത്. അതെന്താ ജാക്ക് ഫ്രൂട്ടോ? ഇതേതാ ഫ്ലേവർ? പറഞ്ഞില്ലേ പനി. റോസ് മിൽക്കാ?
ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്ക അഥവാ കടൽ. നമ്മളങ്ങനെ പെനിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിയത് ഫ്രൂട്ട് സലാഡാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വെറുതെ കട്ടി ഐസ് വാട്ടർ ബേസ് ഫ്ലേവർ പോലെ. ഞാൻ മിൽക്ക് ബ്ലേസ്ഡാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് വാട്ടർ ബേസ് പോലെ ഒരു ടേസ്റ്റ് കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഒരു റാസ്ബെറിയും കൂടി എടുത്തിട്ടാ. ഇത് കൊള്ളാം. പുതിയതായിട്ട് അവർ ജാക്ക് ഫ്രൂട്ടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രൊഡക്ഷൻ. ഞാൻ കേരളത്തിൽ വെച്ച് ജാക്ക് ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. പെനിയിൽ പോയപ്പോൾ കുറച്ചായി. കേരളത്തിൽ പോയിട്ട് ട്രൈ ചെയ്യാം.